ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാവിലത്തേക്കുള്ളതും ഇതിനകത്തുണ്ട്. രണ്ടും ഒന്ന് നോക്കി കഴിക്കാൻ അച്ഛനോട് പറയണേ. അതൊക്കെ അയാൾ വേണ്ട പോലെ നോക്കി കഴിച്ചോളൂ. ഇയാള് പോ. ശരി സാർ. താനും പോ. പൊക്കോ. എന്തായി സാർ? എഫ്ഐആർ വളരെ സ്ട്രോങ്ങാ. ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ വകുപ്പുകളും അവർ എഴുതി ചേർത്തിട്ടുണ്ട്. അച്ഛന്റെ അവസ്ഥ വക്കീലും കണ്ടതല്ലേ? ഇത്രയും സമയം കൊണ്ട് തന്നെ അച്ഛൻ ആകെ തകർന്നു പോയി. അതിന് കാരണമുണ്ട്. കിട്ടിയ സമയം കൊണ്ട് ഡിവൈഎസ്പി ചന്ദ്രദാസ് അച്ഛനെ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തു. മാനസികമായി ശാരീരികമായും അയാൾ അച്ഛനെ ഉപദ്രവിച്ചു. നല്ലതുപോലെ മർദ്ദിച്ചു എന്നാ കണ്ടു നിന്നൊരു പോലീസുകാരൻ എന്നോട് പറഞ്ഞത്. എന്ത് ആക്രമണമാണ് സാർ ഇത്? അച്ഛൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? കമ്പനി മാനേജർ ചെയ്തൊരു ചതിക്ക് ഇത്രയും പ്രായമുള്ള അച്ഛനെ ലോക്കപ്പെട്ട് തല്ലാൻ അയാൾക്ക് ആരാ അധികാരം കൊടുത്തത്? കമ്പനിയുടെ MD എന്ന നിലയ്ക്ക് അച്ഛനെ അറസ്റ്റ് ചെയ്തത് പോട്ടെ, ഇങ്ങനെ മർദ്ദിച്ചതില് എന്ത് ന്യായമാണ് സാർ? അയാളെ വെറുതെ വിടരുത് സച്ചേട്ടാ. നിയമത്തിന്റെ ഏതറ്റം വരെ പോയേണ്ടി വന്നാലും അയാളെ കൊണ്ട് നമുക്കിതിന് കണക്ക് പറയിപ്പിക്കണം. ഡിവൈഎസ്പി ചന്ദ്രദാസിനെ നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ് പോലീസിനകത്തുള്ള ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്ന അയാൾ അറിയപ്പെടുന്നത്. ഏത് കേസിലും ആരുടെയെങ്കിലും പക്ഷത്ത് നിന്ന് അയാൾ കൈക്കൂലി വാങ്ങും. നിരപരാധിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. ലോക്കപ്പിലിട്ട് പീഡിപ്പിക്കും. 2-3 തവണ അതിന്റെ പേര് സസ്പെൻഷനിലായിട്ടുണ്ട്. അച്ഛനങ്ങനെ ശത്രുക്കൾ ആരുമില്ല. അങ്ങനെ പറയാൻ വരട്ടെ. നമുക്ക് മുമ്പിൽ നമ്മൾ കാണുന്നവരായിരിക്കില്ല പലപ്പോഴും നമ്മുടെ ശത്രുക്കൾ. നമുക്കൊരു വീഴ്ച വരുന്നതുവരെ അവർ നമ്മുടെ സുഹൃത്തുക്കളായി അഭിനയിക്കും. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് വീണുപോയാ ആദ്യം നമ്മളെ ചവിട്ടി താഴ്ത്തുന്നത് അവരായിരിക്കും. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും, എന്നെ എത്ര കുറ്റം പറഞ്ഞാലും അച്ഛനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാണാൻ എനിക്ക് പറ്റില്ല. ജാമ്യം കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. അതിനൊരു വഴിയുണ്ട്. പക്ഷെ ഇപ്പോ അത് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എന്താ സർ? അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് വേണേലും ചെയ്യാം. മരിച്ച 3 പേരുടെ കേസ് ആകെ പ്രശ്നമായിരിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു അയവുണ്ടായാൽ അച്ഛനെ പുറത്തിറക്കാൻ പറ്റുമോ സർ? അതിനൊരു സാധ്യതയുണ്ട്. മരണപ്പെട്ടവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ കണ്ട് അവർക്ക് പരാതിയില്ലെന്ന് എഴുതി വാങ്ങാൻ കഴിഞ്ഞാൽ നമുക്ക് ജാമ്യം കിട്ടാനുള്ള വഴി തെളിയും. സച്ചേട്ടാ, അർച്ചനവർക്ക് കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവരോടൊന്ന് സംസാരിച്ചല്ലോ സാർ. മരിച്ചവരുടെ വീടുകളിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം എന്തായിരിക്കും പറയാൻ പറ്റില്ല. അവരെങ്ങനെ പ്രതികരിച്ചാലും ഞാനത് സഹിച്ചോളാം. ഒരു വാക്കുപോലും ഞാൻ മറുപടി പറയില്ല. ഞാൻ അവരുടെ ബന്ധുക്കളുടെ കാല് വേണമെങ്കിലും പിടിച്ച് സംസാരിക്കാം. ഇത് നടന്നാൽ നമുക്ക് ജാമ്യത്തിനുള്ള ഒരു വഴി തെളിയുന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അർച്ചന ഗർഭിണിയായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അവരുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വയലൻസ് ഉണ്ടായാൽ അതും കൂടി ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കഴിവുണ്ടായിരിക്കണം. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പണം കൊടുക്കാന്ന് പറഞ്ഞത് വെറും വാക്കല്ല സർ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. അവർക്ക് കൊടുക്കാനുള്ള പണത്തിന്റെ ചെക്കുമായിട്ട് വേണം അവിടെ പോവാൻ. അത് വെച്ച് അവരോട് സംസാരിക്കണം. ചിലപ്പോൾ അങ്ങനെ ചെയ്താൽ അവർ സമ്മതിച്ചേക്കും. ഞാൻ നിങ്ങൾക്കൊപ്പം വരാം. നാളെ രാവിലെ തന്നെ നമുക്ക് അവരുടെ വീടുകളിലൊന്ന് പോകണം സർ. അവരുടെ കാല് പിടിച്ചിട്ടായാലും അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ പണം കൊടുത്ത് അവർക്ക് പരാതിയില്ലെന്ന് എഴുതി വാങ്ങിക്കാം. കോമ്പൻസേഷൻ കൊടുക്കാൻ പോകുന്നതിന് നമുക്ക് വേണമെങ്കിൽ പോലീസിനോട് പ്രൊട്ടക്ഷൻ ചോദിക്കാം. ആരുടെ കാല് പിടിച്ചിട്ടായാലും കൊടുക്കാന്ന് പറഞ്ഞ കോമ്പൻസേഷൻ കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് പരാതിയില്ലെന്ന് ഞാൻ എഴുതി വാങ്ങിച്ചോളാം. ഇനി ആ ലോക്കപ്പിലിട്ട് അച്ഛനെ ഉപദ്രവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല സർ. ഗർഭിണിയായിരിക്കുന്ന ഈ അവസ്ഥയിൽ എന്തായാലും അവരെന്നെ ഒന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പുണ്ട് സർ. കോമ്പൻസേഷൻ കൊടുത്തിട്ട് നമ്മൾ അവരോട് സംസാരിച്ചാൽ അവരിക്കാര്യം സമ്മതിക്കും. ഇല്ലെങ്കിൽ ഞാൻ അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും സർ. അർച്ചനോട് ആത്മവിശ്വാസത്തെ ഞാൻ സമ്മതിക്കുന്നു. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞങ്ങളുടെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്നാണോ അച്ഛൻ വിചാരിക്കുന്നത്? അച്ഛനും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ?
എന്താ? സർ, ഞാൻ അച്ഛനുള്ള മരുന്നും ആഹാരമൊക്കെ ആയിട്ട് വന്നതാ. വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവന്ന് കൊടുക്കാൻ അയാൾ ഇവിടെ സുഖവാസത്തിന് വന്നേന്നുമല്ല. കൊലക്കേസിലെ പ്രതിയാ. രാത്രിയിൽ ഒരു സന്ദർശകരെയും അനുവദിക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് ഇതും കൊണ്ട് തിരിച്ചു പോകുന്നതാണ് നല്ലത്. സർ പ്ലീസ്, സുഖമില്ലാത്ത ആളാ. ഡയറ്റിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാ ഞാൻ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവന്നത്. അതൊന്നും പറ്റില്ല. അയാൾക്ക് ആഹാരം വേണമെങ്കിൽ പോലീസുകാർ വാങ്ങിച്ചു കൊടുത്തോളൂ. രാത്രിയിൽ ആഹാരവും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. പ്ലീസ് സർ, പറ്റില്ലെന്ന് മാത്രം പറയരുത്. ഞാൻ ഇതൊന്ന് കൊടുത്തിട്ട് പൊയ്ക്കോളാം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? സർ, ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം പോലും കിടന്നിട്ടുള്ള ആളല്ല അച്ഛൻ. അതിന്റെ കുഴപ്പമൊക്കെ ഇപ്പൊ മാറിക്കാണും. ഇനിയും ഒരുപാട് ദിവസങ്ങൾ ലോക്കപ്പിലും ജയിലുമായിട്ടൊക്കെ കിടക്കാനുള്ളതല്ലേ. അപ്പോ അതെല്ലാം മാറിക്കോളും. എല്ലാ സാഹചര്യത്തോടും അയാൾ പൊരുത്തപ്പെടും. അച്ഛന്റെ ഓരോ നേരത്തെ ഭക്ഷണത്തിന്റെ മരുന്നിന്റെ ഒക്കെ കാര്യം ഞാനാ നോക്കുന്നത്. ഒരു നേരം മരുന്ന് കഴിക്കാതിരുന്ന അച്ഛന് വയ്യാണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഹോസ്പിറ്റലിലും കൊണ്ടുപോകേണ്ടി വരും. അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ മരുന്ന് കൊടുക്കുന്നതല്ലേ സർ? ഇത് വല്ലാത്ത പുലിവാലായല്ലോ. ശരി ശരി, മരുന്നും ആഹാരമൊക്കെ കൊടുക്കാം. പക്ഷെ തന്നെ അതിനകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ല. പകരം ഒരു കോൺസ്റ്റബിളിന്റെ കയ്യിൽ ഇത് കൊടുത്തേക്കാം. മതി സർ, അങ്ങനെയായാലും മതി. കോൺസ്റ്റബിൾ സർ. എടോ, ഇവരുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ട് ലോക്കപ്പിൽ കിടക്കുന്ന പ്രതിക്ക് കൊണ്ടുപോയി കൊടുക്കും. ഓക്കെ സർ. ഇത് അച്ഛനുള്ള മരുന്നോ? രാവിലത്തേക്കുള്ളതും ഇതിനകത്തുണ്ട്. രണ്ടും ഒന്ന് നോക്കി കഴിക്കാൻ അച്ഛനോട് പറയണേ. അതൊക്കെ അയാൾ വേണ്ട പോലെ നോക്കി കഴിച്ചോളൂ. ഇയാള് പോ. ശരി സാർ. താനും പോ. പൊക്കോ. ഇതാ നിങ്ങളുടെ മോള് കൊണ്ടുവന്നതാ. മോളോ? അതെ, അർച്ചന നിങ്ങളുടെ മകളല്ലേ? പക്ഷെ ഡിവൈഎസ്പി സാർ അവരെങ്ങോട്ട് വിട്ടില്ല. എന്തായാലും ഫുഡ് കിട്ടിയല്ലോ. ഇതാ കഴിക്കേ. ഒരു പൊതി കൂടെ തന്നിട്ടുണ്ട്. മരുന്നാണെന്ന് തോന്നുന്നു. ഇതാ.